ചെങ്ങന്നൂർ പന്തളം അടൂർ കൊട്ടാരക്കര വഴി പോകുന്ന തിരുവനന്തപുരത്തുള്ള സൂപ്പർ ഫാസ്റ്റ് ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്തിരിക്കുന്നു. അമ്പി നൊമ്പരം. പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ലായിരുന്നു. കല്യാണത്തിന് വിളിച്ചവർ മുറി തരാമെന്ന് പറഞ്ഞിരുന്നതുമാണ്. അപ്പോൾ അമ്പിക്ക് തോന്നിയ ഒരു ചെറു ചിന്തയായിരുന്നു, എന്തിന് വേറെ മുറിയെടുത്ത് അവൻ്റെ കാശ് കളയണം. പുതുവത്സര പ്രതിജ്ഞകളിൽ ഒന്നായിരുന്നു അനാവശ്യമായി പണം ചിലവാക്കുന്നത് ഒഴിവാക്കുക എന്നത്. അമ്മായിയമ്മയുമായി വരാനിരുന്നതാണ്. ചിലവ് ചുരുക്കൽ പ്രക്രിയയുടെ ഭാഗമായി ആദ്യം അവരെ തന്നെ കട്ട് ചെയ്തു. അവൻ്റെ കുറച്ച് ആയിരങ്ങൾ ലാഭിക്കാൻ കഴിഞ്ഞെന്ന ആശ്വാസത്തിൽ അമ്പി വണ്ടി കയറും മുൻപേ മാതുലൻ്റെ അതിഥി മന്ദിരത്തിൽ മുറിയും പറഞ്ഞുറപ്പിച്ചതാണ് വണ്ടി കയറിയത്. അമ്മാവനല്ലേ, അമ്മയെ ഓർത്തെങ്കിലും മുറി തരാതിരിക്കില്ലല്ലോ എന്ന് കരുതി. അങ്ങനെ അതിഥി മന്ദിരത്തിൻ്റെ മേൽനോട്ടക്കാരനായ പിള്ളേച്ചൻ ഉറപ്പും തന്നിരുന്നു. അമ്പി ഇങ്ങ് കയറിപ്പോരപ്പി, പിള്ളേച്ചൻ പിള്ളയെ പൊന്നുപോലെ നോക്കുമെന്നായിരുന്നു ഉറപ്പ്. പണ്ണേരി നാളെ എത്തിക്കാം. എന്തിനാ പഞ്ചസാര? എന്റെ പഞ്ചാര കട്ടി ഇവിടെ ഉള്ളപ്പോ എത്തിക്കാം. ഇതാ വഴിയല്ലേ? ആത്തെന്തായിരുന്നു പരിപാടി? അമ്പലത്തിലൊരു വഴിപാടിന്റെ കാര്യം പറഞ്ഞ. വഴിപാടായിരുന്നല്ലോ, നല്ല കാര്യമായിട്ടായിരുന്നല്ലോ. തോന്നിയസം പറയരുത്. തോന്നിയ ദിവസം കാണിച്ചിട്ട് ആ പാവം ജവാന്റെ ഫോട്ടോയില് മാലിട്ട് ചന്ദനത്തിലെത്തിക്കണോ അല്ലേ? പുരുഷേട്ടനെങ്ങാനും അറിഞ്ഞാ പിള്ളേച്ചന്റെ ഫോട്ടോയില് മാലിട്ട് ചന്ദനത്തിലെത്തിക്കേണ്ടി വരും. പിള്ളയുടെ ഉറപ്പ് കിട്ടിയ ശേഷമാണ് അമ്പി വരൻ്റെ മുറി വേണ്ടെന്ന് വെച്ചത്. കാശ് മുടക്കിയൊരു യാത്ര, ഓസിനൊരു വാസം, പത്മനാഭ ദർശനം, കല്യാണ സദ്യ, തിരിച്ചുവരവ്, ചിലവ് ചുരുക്കിയൊരു തലസ്ഥാന യാത്ര. കൊള്ളാം, പുതുവർഷത്തിൽ നല്ല തുടക്കം. അമ്പി മയങ്ങി. കൊല്ലം കഴിഞ്ഞപ്പോൾ മയക്കത്തിൽ നിന്നും വിളിച്ചുണർത്തി പിള്ളയുടെ തൊള്ള. അനന്തരവന് മുറിയില്ല എന്ന വാർത്ത ചെവിയിൽ വന്ന് പതിച്ചു. ഏതോ ഒരു മുന്തിയ മാതുല കാര്യസ്ഥൻ കുടുംബവുമായി വരുന്നുണ്ടത്രേ. വരുൺ മൂത്രി. സാറെവിടുന്ന ഒരു പെട്ടിയൊക്കെ ആയിട്ട്? എനിക്കൊരു മുറി വേണം. മുറിയോ? സാറിന്റെ വീട് ഇവിടെ തൊട്ടടുത്തല്ലേ? അല്ല, അതാ അവിടെ ഇൻകം ടാക്സിന്റെ മറ്റു പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അപ്പൊ വീട്ടിൽ ശരിയാവില്ല. അതെയോ? സുബേറേ, സുബേർ. 109 ഫസ്റ്റ് ഫ്ലോറിലാ? താഴെ. അല്ല, എനിക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ഏകദേശം മധ്യഭാഗത്തായിട്ട് ജനലിലൂടെ നോക്കിയാൽ എന്റെ വീട് കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മുറി കിട്ടിയ തിരക്കേട്. അതെന്തിനാണ് സാറേ? അത് ആ ഭാഗത്ത് നല്ല കാറ്റ് കിട്ടും. ആ, എന്നാ തെക്കറ്റത്തെ മുറി ആയിക്കോട്ടെ, അവിടെ നല്ല കാറ്റ് കിട്ടും. എനിക്ക് അത്ര കാറ്റ് ആവശ്യം വരില്ല. പത്മനാഭന്റെ മണ്ണിൽ ജനിച്ച് കളിച്ച് വളർന്നവനാണ് അവനും. അവന്റെ വാമഭാഗത്തിനുമായി 2 മണിമാളികളുണ്ട് തലസ്ഥാനത്ത്. പുതിയ ബെൻസ് സർവീസിന് കൊടുത്തയക്കണം. എന്റെ മുറിയിലെ എസിക്ക് എന്തോ ട്രബിൾ, മാറ്റി പുതിയത് വെക്കണം. നന്നാക്കിയാ പോലെ. കേട് വന്നത് നന്നാക്കി ഉപയോഗിക്കുന്ന ശീലം എനിക്കില്ല. വേണ്ട. ഇന്ദു എവിടെ? വിവാഹ ബന്ധം വേർപെടുത്തിയതിനു ശേഷം ഞാൻ എന്റെ എക്സ്പാരിയെ കുറിച്ചൊന്നും തിരക്കാറില്ല. തിരക്കിയേ പറ്റൂ. തന്നെ ഭരിക്കാനും നിയന്ത്രിക്കാനുമുള്ള അധികാരം അവൾക്കുണ്ട്. ഇവിടെ സ്ത്രീകൾക്കാണ് മുൻഗണന. വീട്ടിലെ കറണ്ട് കാശ് ലാഭിക്കാൻ അനന്തരവന് പണി തന്നതാണ് മൂത്രി. 1 മാസം മുമ്പേ ബുക്ക് ചെയ്തെന്ന് പറയാൻ പറഞ്ഞു പിള്ളയുടെ പുള്ള. മൂഞ്ചി, മുറി പോയി. കുഴപ്പമില്ല. അമ്പിയുടെ മനസ്സിൽ സുഹൃത്തായ വരൻ്റെ മുഖം തെളിഞ്ഞു. അമ്പി വിളിച്ചു. നേരത്തെ പറഞ്ഞ മുറിയുടെ ചാവി കാണാൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ച് കാര്യത്തിലേക്ക് കടന്നു. ആ ചാവിക്ക് അവകാശികളായത്രേ. അമ്പി നൈസായി വീണ്ടും. ഞാനൊരു തീരുമാനമെടുത്താൽ അതിന് മാറ്റം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാമല്ലോ. അപ്പോ സാറ് തീരുമാനിച്ചു കഴിഞ്ഞു? അതെ. അല്ല, എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. താൻ ആരുവാ? നാരായണ പൂരായണ പോവേ. തനിക്കൊരു വിചാരമുണ്ട് താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്. താ ഒരു പുല്ലുമല്ല. ഒരു പുല്ലൻ്റെയും പുല്ലും വേണ്ട അമ്പിക്ക്. കടുത്ത തീരുമാനം. തപ്പി. തിരുവനന്തപുരത്തെ സകലമാന ഹോട്ടൽ മുറികളും തപ്പി. തിരുവനന്തപുരത്ത് മാത്രമല്ലടാ, ഡൽഹിയിലുണ്ടാ എനിക്ക് വേണ്ടപ്പെട്ടു. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി വരുന്നത് കൊണ്ട് മുറികളൊന്നുമില്ലത്രേ. ഒരാൾക്ക് താമസിക്കാൻ എന്തിനാണ് ഇത്രയും മുറികളെന്ന് അമ്പിക്ക് മനസ്സിലായില്ല. ഇപ്പോഴാണ് അമ്പി ശരിക്കും രാത്രിയിലെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ കിട്ടുന്ന കൊതുകുകടിയുടെ ഒരു സുഖം.
എത്ര മാന്തിയാലും മാറില്ല. 1-2 ദിവസത്തേക്ക് മാറില്ല. അമ്മായിയമ്മയും കൂടെ കൂട്ടാമായിരുന്നു. കൊതുകൾക്കൊരു ത്രില്ലായേനെ. പുതുവത്സര പ്രതിജ്ഞ ഒന്നുകൂടി പുതുക്കി അമ്പി. സ്വന്തം പൈസ, സ്വന്തം അവസ്ഥ, സ്വന്തം തീരുമാനം എന്ന നിലയിലാക്കിയിട്ടുണ്ട്. അങ്ങനെ തമ്പാനൂർ കൊതുകുകളുമായി തിരുവാതിര കളിക്കുന്നതിനിടയിൽ പിള്ളയുടെ നമ്പർ ബ്ലോക്ക് ചെയ്യുന്നതോടെ അമ്പിക്ക് ഒരു കാര്യം മനസ്സിലായി. പിള്ളേച്ചനെ നമ്പിനാൻ. ഇപ്പോഴേ ഒരാളെ വിളിച്ച് തന്റെ തന്തയ്ക്ക് പറഞ്ഞില്ലേ, അത് ആരാണെന്ന് തനിക്ക് അറിയോ? ഞാനോ? ഞാൻ തന്നെയാ തന്തയ്ക്ക് വിളിച്ച ആള്. ഞാൻ നിന്റെ തന്തയാടാ, തന്ത. അയ്യോ, ഒരാളുടെ തന്തയ്ക്ക് പറഞ്ഞു എന്തൊരു ആശ്വാസം.